സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ മനസ്സിലാക്കിയാണ് ഹെറോദ് കേൾക്കുന്നു യേശുവിനെക്കുറിച്ച്, യേശുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച്. അവനാകെ ഭയപ്പെട്ടു. കാരണം ജനങ്ങൾ പറയുന്നു സ്നാപയോഹന്നാനാണ്, എലീജയാണ്, അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവനാണ് എന്നൊക്കെ. താൻ ശിരച്ഛേദം ചെയ്ത സ്നാപകൻ വീണ്ടും ജനിച്ചുവെന്നോ? ആകപ്പാടെ അവനൊരു പേടിയാകാൻ തുടങ്ങി. സ്നേഹമുള്ള സഹോദരങ്ങളെ, എത്രമാത്രം അത്ഭുതങ്ങളാണ് നമ്മുടെ ഇടയിൽ സംഭവിക്കുന്നത്. ഏതെങ്കിലും ഒന്ന് നമ്മിലേക്ക് തിരിഞ്ഞു നോക്കാൻ ഇടയാക്കിയിട്ടുണ്ടോ? നമ്മിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ പ്രതിസന്ധിയുടെ ആ പ്രശ്നം നമ്മൾ മനസ്സിലാക്കും. മറ്റെവിടെയുമല്ല പ്രശ്നം, നമ്മിൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അതിനെക്കുറിച്ച് അനുദപിക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ എന്നോട് കരുണയായിരിക്കണമേ. വന്നുപോയ എല്ലാ തെറ്റുകളെയും ഓർത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു. എന്നെ വിശുദ്ധീകരിക്കണമേ. ദൈവികമായ സൗഖ്യവും സമാധാനവും എനിക്ക് നൽകണമേ. അങ്ങനെയുള്ളൊരു കൃപാജീവിതം നയിക്കുവാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.